നമസ്കാരം. വയനാട് ചൂരൽമലയിൽ നിന്ന് സർക്കാരിന്റെ ഭവന പദ്ധതിയിൽ പോയി നിന്ന് ടി സിദ്ദിഖ് MLA ഒരു പ്രതികരണം കേൾക്കുകയായിരുന്നു. ലേശ ഉളുപ്പ് എന്ന് ചോദിച്ചാൽ ആ ഉളുപ്പെന്ന വാക്കിന് നാണം വന്നു. നേരത്തെ പകൽ സമയത്തും രാത്രിയും ഒക്കെയായി പല സമയത്തും ഞങ്ങൾ ഈ പദ്ധതി സ്ഥലത്ത് വരികയും പ്രവർത്തനമൊക്കെ നോക്കിക്കാണുകയും ചെയ്ത ആളുകളാണ്. പിന്നെ സ്പെഷ്യൽ ഓഫീസറായ ശ്രീ അരുണുമായി ദീർഘനേരം അദ്ദേഹത്തിന്റെ ഓഫീസിൽ വെച്ചുകൊണ്ട് സംസാരിച്ചു. സർക്കാർ വിഭാവനം ചെയ്തതനുസരിച്ച് പ്രവർത്തികൾ പൂർത്തീകരിക്കപ്പെടുന്നു എന്നുള്ള കാര്യമാണ് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അതിനനുസരിച്ചതായിരിക്കുന്ന കാര്യങ്ങൾ ദ്രുതഗതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ള നിർദ്ദേശം ഞങ്ങൾ അദ്ദേഹവുമായി പങ്കുവയ്ക്കുകയുണ്ടായി. അതിനുശേഷം ഊരാലുങ്കലിന്റെ ഡയറക്ടർ ഉൾപ്പെടെ ഉദ്യോഗസ്ഥന്മാർ ഇവിടെയുണ്ട്. അവിടെ കിക്കോണിന്റെ ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരൊക്കെ സംസാരിച്ചു. ഭവനം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഇടങ്ങൾ ഞങ്ങൾ സന്ദർശിച്ചു. ഇപ്പോൾ ഒരു നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വീട്ടിലാണ് ഇപ്പം ഞങ്ങളുള്ളത്. തീർച്ചയായും സമയബന്ധിതമായി ഈ വീടിന്റെ നിർമ്മാണം സമ്പൂർണമായി പൂർത്തീകരിക്കാൻ സാധിക്കും എന്നുള്ള പൂർണ്ണമായ പ്രതീക്ഷയിലാണ്. ഫെബ്രുവരി മാസം അവസാനത്തോടുകൂടി ആദ്യഘട്ട ഭവനങ്ങൾ ദുരന്തബാധിതരായ ആളുകൾക്ക് കൈമാറാൻ സാധിക്കും എന്നുള്ളതാണ് പൂർണ്ണമായിട്ടുള്ള പ്രതീക്ഷ. ഞങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൂർണ്ണമായും സഹകരിച്ച ആളുകളാണ്. അതിൽ അഭിമാനമുണ്ട്. തീർച്ചയായും ഇതൊരു മാതൃകാ പദ്ധതിയായി ഉയരട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു. ആ വരുന്ന വരക്കൊക്കെ കണ്ടാൽ കോൺഗ്രസ് നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന ഭവന പദ്ധതിയിലേക്ക് അതിൻ്റെ നേതൃത്വം കൊടുക്കുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ എങ്ങനെ നടക്കുന്നു എന്ന് വിലയിരുത്താൻ വേണ്ടി ഒരാൾ വരുന്ന ഒരു മോഡലുണ്ട്. അതായത് ഒരു കൂട്ടം ആൾക്കാരുമായിട്ട് ഞങ്ങൾ ചെയ്യുന്ന ഭവന പദ്ധതി കണ്ടോ, ആ ഭവന പദ്ധതിയുടെ വിലയിരുത്തൽ കാര്യം ഉടനടി അത് നിർമ്മാണം പൂർത്തീകരിച്ച് കൊടുക്കണമല്ലോ, ആ നിലയ്ക്കാണ് വരുന്നത്. ഇക്കഴിഞ്ഞ ഡിസംബർ 28 ഞങ്ങൾ തറക്കല്ലിട്ടിരിക്കുമെന്ന് ആ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായിട്ട്, അതായത് ഡിസംബർ 8 തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായിട്ട് വച്ച് കാച്ചിരുന്നു. ഡിസംബർ 28 കോൺഗ്രസിന്റെ സ്ഥാപക ദിനം കഴിഞ്ഞു, ഒന്നും സംഭവിച്ചില്ല. അടുത്തത് പ്രിയങ്ക ഗാന്ധിയുടെ കലണ്ടറും കൊണ്ട് കൊടുത്തിട്ട് ജനുവരി 13 നിങ്ങൾ മാർക്ക് ചെയ്തു എന്ന് പറഞ്ഞു. ഇനി ആകെ ഒരാഴ്ച ബാക്കിയുണ്ട്. അപ്പോൾ ആ ദിവസം തറക്കല്ലിടൽ നടക്കുമോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച് ഏകദേശം ഇപ്പോൾ ഉറപ്പായിട്ടുണ്ട്. ഞങ്ങളുടെ രജിസ്ട്രേഷൻ പരിപാടി ചന്ദ്രനിൽ രഹസ്യമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ ഫെബ്രുവരി 28 സർക്കാർ കൈമാറാൻ തീരുമാനിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഫെബ്രുവരി അവസാനത്തോടുകൂടി വീടുകളെല്ലാം കൈമാറുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിന് മുന്നോടിയായിട്ട് ഞങ്ങൾ തീർക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ചിന്തിക്കുക, ഒരു വീട് സ്ഥലം വാങ്ങി 1 മാസത്തിനകത്ത് വെച്ച് അത്ഭുതം സൃഷ്ടിക്കാൻ പോവുകയാണ് നമ്മുടെ കോൺഗ്രസ് നേതാക്കന്മാർ. എന്നിട്ട് സർക്കാരിന്റെ ഭവന പദ്ധതിയിൽ ഒന്നും നടക്കുന്നില്ല, അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം തീരില്ല എന്ന് പറഞ്ഞതിന് ശേഷം അവിടെ പോയി നിന്ന് ഉളുപ്പില്ലാതെ അടിച്ച വാചകങ്ങൾ കണ്ടില്ലേ? ഇതാണ് യഥാർത്ഥ കോൺഗ്രസ്. അതായത് നാണവും മാനവും എന്ന് പറഞ്ഞാൽ ഇവന്മാർക്ക് തൊട്ട് തീണ്ടിയിട്ടില്ല. എവിടെയും ഉളുപ്പില്ലാതെ, അതായത് ഈ ടി സിദ്ദിഖിനെ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. കോഴിക്കോട് DCC ഓഫീസിന്റെ ഉദ്ഘാടന വേളയിൽ ക്യാമറയ്ക്ക് മുന്നിൽ കിട്ടാൻ വേണ്ടിയുള്ള ഉന്തും തള്ളലിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നുഴഞ്ഞു കയറാൻ ശ്രമിച്ച ദൃശ്യം നിങ്ങൾ കണ്ടില്ലേ? അതുപോലെയാണ് സർക്കാരിന്റെ ഭവന പദ്ധതിയെ സംബന്ധിച്ച് അവിടെ ഒന്നും നടക്കില്ല, അല്ലെങ്കിൽ സർക്കാരിന്റെ പദ്ധതി അത് മൊത്തത്തിൽ ഫ്ലോപ്പാണെന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നവർ ഇപ്പോൾ അവിടെ പോയി നിന്ന് ഫോട്ടോഷൂട്ട് നടത്തുന്നുണ്ടെങ്കിൽ ചില്ലറ ഉളുപ്പാണോ ഇവർക്കുള്ളതെന്ന് നമുക്ക് ചോദിക്കേണ്ടി വരികയാണ്. ഇതും പോരാഞ്ഞിട്ട് ഇപ്പോൾ സതീശൻ കൂടി പറയുകയാണ് അവിടെ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല. 100 വീട് വെച്ചത് കർണാടക സർക്കാർ, 100 വീട് രാഹുൽ ഗാന്ധി, ഞങ്ങൾ 100 വീട് കൂടി വയ്ക്കുമ്പോൾ എപ്പോഴും അത് നമ്മൾ എപ്പോഴെങ്കിലൊക്കെ വയ്ക്കുമല്ലോ, അതോടുകൂടി 300 വീട് വെച്ചത് ഞങ്ങളാണ്. അപ്പോൾ സർക്കാർ അവിടെ വെച്ചുകൊണ്ടിരിക്കുന്ന ഏകദേശം 400ഓളം വീട് അത് സർക്കാരിൻ്റെ വീടൊന്നുമല്ല, ഞങ്ങളുടെ വീടെന്ന് പറയാൻ പോലും ഉളുപ്പില്ലാത്ത, അല്ലെങ്കിൽ യാതൊരു അഭിമാനവും ഇല്ലാത്ത ഇവരൊക്കെ കാട്ടുന്ന ഈ കോപ്രായങ്ങൾ കണ്ടിട്ട് നിങ്ങളെയൊക്കെ ഭരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന നേതാക്കന്മാർ ഇതൊക്കെയാണോ? അന്തസ്സില്ലാത്ത പ്രവർത്തനം, അഭിമാനമില്ലാത്ത പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നവരാണോ നിങ്ങളുടെ ഹീറോസ് എന്ന് കോൺഗ്രസ്സുകാരടുത്ത് ചോദിക്കുകയാണ്. അല്ലെങ്കിൽ കുറച്ചെങ്കിലും മാന്യതയുള്ള മനുഷ്യരാണെങ്കിൽ ആ വഴി സഞ്ചരിക്കാതിരിക്കും, ഒരുപക്ഷെ പോയി കണ്ടാൽ കുഴപ്പമില്ല. എന്നിട്ട് അതിൻ്റെ മുന്നിൽ നിന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ സർക്കാരിനോട് നിർദ്ദേശം കൊടുക്കുകയാണ്. ഇതുപോലെ തന്നെ പറഞ്ഞ സമയത്തെല്ലാം പൂർത്തീകരിച്ച് ഞങ്ങൾ ഉൾപ്പെടെ ഇതിനകത്ത് പ്രവർത്തിച്ചതാണെന്നൊക്കെ ഇറങ്ങി നിന്ന് പറയാൻ കുറച്ചെങ്കിലും മനുഷ്യരായിട്ട് പറഞ്ഞ വ്യക്തിക്ക് ആ ഉളുപ്പില്ലായ്മ ഉണ്ടെങ്കിൽ ഇവരൊന്നും രാഷ്ട്രീയത്തിന് പറ്റിയ ഇനങ്ങളല്ലെന്ന് പ്രിയപ്പെട്ടവരെ ഒന്ന് മനസ്സിലാക്കൂ എന്ന് മാത്രമേ പറയാനുള്ളൂ.